വണ്ണം കൂടുതലുള്ളവർക്ക് മാത്രം വരുന്ന അസുഖമാണ് ഫാറ്റി ലിവർ എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? മെലിഞ്ഞിരുന്ന സേഫ് ആണെന്നാണോ? എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, മെലിഞ്ഞിരിക്കുന്നവർക്കും ഫാറ്റി ലിവർ വരും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദന. ഇന്ന് ഒരു മിത്ത് ബസ്റ്റർ പോലെയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ പറയാൻ പോകുന്നത് തടിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് ഫാറ്റി ലിവർ വരിക എന്നൊരു തെറ്റായ ധാരണയുണ്ട്. ആ കാര്യത്തിനെ പറ്റി നമുക്കിന്ന് സംസാരിക്കാം. അതായത് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പെട്ടെന്ന് അതിൻ്റെ സിംറ്റംസ് നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫാറ്റി ലിവറിൻ്റെതായ സിംറ്റംസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ ക്ലെൻസിങ് ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. അതായത് ആവശ്യമില്ലാതെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ടോക്സിൻസിനെയും വേസ്റ്റിനെയും ഒക്കെ ക്ലെൻസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ലിവർ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പ് കരളിലേക്ക് എത്തുന്ന സമയത്ത് അത് കരളിൽ അടിഞ്ഞുകൂടാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെ അടിഞ്ഞുകൂടിക്കൂടിയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. അതായത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. ഫാറ്റി ലിവർ 2 ടൈപ്പാണുള്ളത്. ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖം. ഇനി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും വരാം. ഇവിടെയാണ് പ്രധാനമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയുള്ളത്. മെലിഞ്ഞ ആൾക്കാർക്ക് ഈ അസുഖം വരില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, മെലിഞ്ഞവർക്കും വരാം. മെലിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ ഇന്റേണൽ മെറ്റബോളിസത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ, അതായത് കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും ഫാറ്റി ലിവർ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപാട് റീസൺസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയറ്റാണ്. അതായത് എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്തതൊക്കെ വാരി കഴിക്കുന്ന ആൾക്കാരെ നമ്മളെ ഇടയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരുപാട് സ്വീറ്റ്സും ബേക്കറി ഐറ്റംസും പ്രോസസ്ഡ് ഷുഗേഴ്സും ഒക്കെ കഴിക്കുമ്പോൾ ഇത് കൊഴുപ്പായിട്ട് നമ്മുടെ കരളിൽ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. അടുത്തത് വ്യായാമം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതായത് മെലിഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാൻ അങ്ങനെ പോവില്ല. മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരുപാട് കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കും, നീ മെലിഞ്ഞല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്തിനാ ജിമ്മിലൊക്കെ പോകുന്നത്, എന്തിനാ വർക്കൗട്ട് ചെയ്യുന്നതെന്നൊക്കെ. ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് നമ്മൾ എങ്ങനെ ഇരുന്നാലും എക്സസൈസ് അത്യാവശ്യമാണ്. നമ്മുടെ ബോഡിക്ക് വ്യായാമം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടന്നു പോവുള്ളൂ. ജെനറ്റിക്സ് ആണ് അടുത്ത ഫാക്ടർ. ഫാറ്റി ലിവറിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നാണെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അടുത്ത ഒരു മെയിൻ റീസൺ സ്ട്രെസ്സാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും നമ്മുടെ ഡൈജഷൻ എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിനെയും കംപ്ലീറ്റ്ലി മെസ്റ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്ട്രെസ് എന്നുള്ള ഒറ്റൊരു കാര്യം മതി. അപ്പോൾ ഒരുപാട് സ്ട്രെസ്സുള്ള ആൾക്കാരിലും ഫാറ്റി ലിവർ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ്. ഫോണിൽ 2 മണി വരെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരും ആലോചിക്കാറില്ല ഇത് ലിവറിന് റിപ്പയർ ചെയ്യാനുള്ള ടൈമാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയാനുള്ളത്. ഇനി ഇത് നമുക്ക് മുന്നേ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫാറ്റി ലിവറിൻ്റെ സിംറ്റംസ് ഒന്നും തന്നെ ആദ്യഘട്ടങ്ങളിൽ പുറത്തേക്ക് കാണാൻ കഴിയില്ല. കാരണം നമ്മുടെ ലിവർ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു ഓർഗനാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ലിവർ താനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് വലിയ സിംറ്റംസ് ഒന്നും കാണാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് നമ്മൾ മുന്നേ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോകുന്നത്. ഒരുപാട് നാളുകളൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ക്ഷീണം, തളർച്ച, വയറുവേദന, ബ്ലോട്ടിങ്, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നു തുടങ്ങും. അപ്പോൾ ഇത് വയറിൻ്റെ പ്രശ്നമാണോ ഇനി എന്ന് നമ്മൾ ആലോചിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഫാറ്റി ലിവർ ഉണ്ട്. അതേപോലെ ബ്ലഡ് ടെസ്റ്റുകളിൽ ലിവർ എൻസൈംസിൽ വേരിയേഷൻസും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇത് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണോ? നമുക്ക് മാറ്റാൻ കഴിയുമോ ഫാറ്റി ലിവർ? യെസ്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറ്റിയെടുക്കാൻ കഴിയും. കാരണം മെയിനായിട്ടും നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചില പ്രശ്നങ്ങളും കൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു കൃത്യമായിട്ടുള്ള റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റും. ഡയറ്റിൻ്റെ കാര്യങ്ങൾ, കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ മധുരം നമ്മൾ ഒഴിവാക്കണം. കാരണം അധികമായി മധുരം കഴിക്കുമ്പോൾ അത് കരളിലാണ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മധുരം കഴിക്കുമ്പോൾ അത് ഫാറ്റി ലിവർ കൂടാനുള്ള സാധ്യത ഉണ്ടാക്കും.
കൂടാതെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതെല്ലാം, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, പുറത്തുള്ള ഫാസ്റ്റ് ഫുഡ്സ്, അതേപോലെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ളൊരു കാരണമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാം, എന്നിട്ട് നമ്മുടെ ഫുഡ് ഒരു ഹെൽത്തിയർ സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് എല്ലാവരോടും ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫാറ്റി ലിവർ മാറാൻ ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി, ഇത് ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷേ നമ്മൾ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് ഉള്ള ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡോ അല്ലെങ്കിൽ അവർക്ക് ലിവർ എൻസൈംസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസോ പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ആവശ്യമുള്ള ഡയറ്റ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഇതേപോലെയുള്ള ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി ഏറ്റവും നല്ലത്. അതല്ലാതെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അടുത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തേ പറ്റും. അത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. നമ്മൾ ജിം വർക്കൗട്ട്, വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ മെലിഞ്ഞിരിക്കുന്നുണ്ടോ തടിച്ചിരിക്കുകയാണോ എന്നുള്ളത് ഒന്നുമല്ല നമ്മൾ വർക്കൗട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ബോഡിക്ക് എപ്പോഴും മൂവ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ദിവസം 45 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. അടുത്ത ഒരു സൈലന്റ് കില്ലർ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിലുള്ള കാലത്തോളം ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല മറ്റ് പല അസുഖങ്ങളും സ്ട്രെസ്സ് കാരണം നമുക്കുണ്ടാവും. പക്ഷെ പലപ്പോഴും ഇത് സ്ട്രെസ്സ് കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാവുക പോലുമില്ല. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സ്ട്രെസ്സ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ പലർക്കും അത് പേഴ്സണലായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, വർക്ക് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായും നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കാൻ വേണ്ടി മടിക്കരുത്. അടുത്തതായിട്ട് അവസാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ചെക്കപ്സ് ആണ്. ഇത് റാൻഡംലി ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഒന്നും പുറത്തേക്ക് കാണാതെ ആരും തന്നെ ചെക്കപ്സ് ഒന്നും പൊതുവേ ചെയ്യാറില്ല. പക്ഷേ ഇതുപോലെയുള്ള ഫാറ്റി ലിവർ പോലെയുള്ള പല അസുഖങ്ങളും ആദ്യമേ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല പുറത്തേക്ക് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മുന്നേ നമ്മൾ ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് ടെസ്റ്റും ബാക്കി റൂട്ടീൻ ചെക്കപ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള സൈലൻ്റ് ആയിട്ടുള്ള പല അസുഖങ്ങളെയും മനസ്സിലാക്കി മുന്നേ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫാറ്റി ലിവർ എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്യൂ ആണ് എന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ? മെലിഞ്ഞിരിക്കുകയാണോ തടിച്ചിരിക്കുകയാണോ എന്നുള്ളത് ഒന്നുമല്ല ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള റീസൺ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിനെ കൺട്രോൾ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അത് വായിക്കുന്നവർക്കും ഹെൽപ്പായിരിക്കും. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.